ഹലോ ടു ഓൾ. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു പുതിയ വീഡിയോയുമായിട്ടാണ്. ഇന്നത്തെ വീഡിയോ ബേസിക്കലി ഫോക്കസ് ചെയ്യുന്നത് BFD FST കാൻഡിഡേറ്റ്സിനെ ഉദ്ദേശിച്ചിട്ടാണ്. ഓക്കെ, അതിനു മുമ്പ് നമ്മുടെ വീഡിയോസിൽ പലരും നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, എന്താണ് നിങ്ങൾ അവിടുത്തെ ലോക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാറില്ല, ലോക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വീഡിയോസൊന്നും ചെയ്യാറില്ല എന്ന് പലരും പറയാറുണ്ട്. ഓക്കെ, ഇന്നപ്പോൾ ഞാൻ നിങ്ങളെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ഒരു സ്റ്റഡ് മാർക്കറ്റാണ് കാണിക്കുന്നത്. അതായത് ഇവിടുത്തെ ഒരു പള്ളിയുടെ ഫ്രണ്ടിൽ ഉള്ള സ്ട്രീറ്റ് മാർക്കറ്റാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇവിടുത്തെ ലോക്കൽ ഫാർമേഴ്സ് അവരുടെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനത്തെ പ്രൊഡക്ട്സ് കാര്യങ്ങൾ സെയിൽ ചെയ്യാനായിട്ട് കൊണ്ടുവരും. പ്ലസ് നമുക്ക് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ബേക്കേഴ്സ് അവർ നമ്മൾ നാട്ടിൽ പറയുന്ന പോലെ അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും ഒക്കെ സ്റ്റാളുകളും ഇതുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഉത്സവത്തിൻ്റെ സമയത്ത്, പെരുന്നാളിൻ്റെ സമയത്ത് സ്റ്റാളുകൾ അങ്ങനത്തെ ഇതുകളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ ഫുഡ് ഐറ്റംസ് ലൈവായിട്ട് ചെയ്തു കൊടുക്കുന്ന സ്റ്റാളുകൾ കാര്യങ്ങളുണ്ട്. ദെൻ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് വിൽക്കുന്ന ആൾക്കാരുകളുണ്ട്. ദെൻ ഹാൻഡിക്രാഫ്റ്റ്സ് കാര്യങ്ങൾ വിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവർ ഇവിടെ ലോക്കലായിട്ട് മേക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മോർണിംഗ് ഇവിടുത്തെ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞാൽ, ഈ സ്ട്രീറ്റ് മാർട്ടിൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് 9 to ആഫ്റ്റർനൂൺ 1 o'clock വരെയാണ് ഇതിൻ്റെ ഒരു ടൈമിംഗ് വരുന്നത്. അപ്പോൾ മൺഡേ ടു സാറ്റർഡേ എല്ലാ ദിവസങ്ങളിലും ഈ സ്ട്രീറ്റ് മാർക്കറ്റ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ലോക്കലായിട്ടുള്ള ഇതിലേക്ക് പർച്ചേസിങ് നടത്താൻ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഒരു അവൈലബിലിറ്റിയാണ് ഈ മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോക്കലായിട്ടുള്ള ആൾക്കാർ അവരുടെ ലോക്കലായിട്ടുള്ള പ്രൊഡക്ട്സ് ലോക്കലായിട്ട് സെയിൽ ചെയ്യുന്ന ഒരു ഇതാണ് സ്ട്രീറ്റ് മാർക്കറ്റാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ദെൻ നമ്മൾ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള മെയിനായിട്ട് കാര്യം ഇതായിരുന്നു. ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ഇതുകൾ വർക്ക് മാത്രമേ ഉള്ളൂ, ഒരു എൻജോയ്മെൻ്റ് ഇല്ല എന്നാണ് എല്ലാവരും ഇത് ചെയ്യുന്നത്. ബട്ട് നമുക്ക് വർക്ക് മാത്രമല്ല, ഡേ ടു ഡേ ലൈഫിലേക്കുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ജർമ്മനിയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ദെൻ നമ്മൾ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ പ്രോഗ്രാം ഇതാണ്. ജർമ്മനിയിലേക്ക് FST BFD പ്രോഗ്രാമിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് 20 വേക്കൻസീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് മന്തിൽ തന്നെ ഇൻ്റർവ്യൂസ് ഉണ്ടാവും. ഇതിൻ്റെ ക്രൈറ്റീരിയ വരുന്നത് ജർമ്മൻ ലാംഗ്വേജ് B1 ഫുൾ മൊഡ്യൂൾ അല്ലെങ്കിൽ B2ൻ്റെ 1, 2, 3 ഫുൾ മൊഡ്യൂൾ ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് B1 ഫുള്ളാണെങ്കിലും B2 ഫുള്ളാണെങ്കിലും B2ൻ്റെ മൊഡ്യൂൾസ് മാത്രമുള്ളവരാണെങ്കിലും നമുക്ക് സ്പീക്കിംഗ് സ്കില്ല് നന്നായിട്ടുണ്ടായിരിക്കണം. അതായത് നമ്മളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും തിരിച്ച് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സ്കില്ല് നമുക്ക് ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ ഇത് എമർജൻസി ആയിട്ടുള്ള ഒരു പ്ലേസ്മെൻ്റ് ആണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ ഇൻ്റർവ്യൂസ് കാര്യങ്ങൾ നടത്തി ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഓഫർ ലെറ്റർ കാര്യങ്ങളെല്ലാം പ്രൊവൻഷൻ ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് മന്തിൽ തന്നെ നമുക്ക് ഇൻ്റർവ്യൂസ് കാര്യങ്ങളുണ്ടാവും. ഇതിൻ്റെ ക്രൈറ്റീരിയ വരുന്നത് 1 ജർമ്മൻ ലാംഗ്വേജ് ആണ്, 2 ഏജ് ആണ്, 18 to 35 വരെയാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്. അത് മെയിൽസിനും ഫീമെയിൽസിനായും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഈ കൊടുത്തിരിക്കുന്ന ഓഫീസ് നമ്പേഴ്സിൽ ബന്ധപ്പെടാം. ഞങ്ങളെ കേരളത്തിലുള്ള ഓഫീസ് നമ്പറുണ്ട്, ഞങ്ങൾ ജർമ്മൻ ഓഫീസ് നമ്പറുണ്ട്. അപ്പോൾ നിങ്ങളിതിൽ ഏത് ഓഫീസ് നമ്പറിൽ ബന്ധപ്പെട്ടാലും നിങ്ങൾക്ക് ഇതിനുള്ള കുറച്ചുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങൾ കിട്ടും. സിമ്പിളായിട്ടുള്ള ക്രൈറ്റീരിയ ആണ്, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ജർമ്മനിയിലേക്ക് എത്രയും പെട്ടെന്ന് കയറി വരാനായിട്ട് ആഗ്രഹിക്കുന്നവർ നമ്മുടെ ഓഫീസായും ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനുള്ള എല്ലാ ഹെൽപ്പും അറേഞ്ച്മെൻറ്റ്സും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. എന്നുവെച്ചാൽ ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഡേ ബൈ ഡേ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ നാട്ടിൽ നിന്ന് കയറി ജർമ്മനിയിലേക്ക് എത്താനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന ഞങ്ങളുടെ ഓഫീസ് നമ്പേഴ്സിൽ ബന്ധപ്പെടുക. ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂസ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ദെൻ നമുക്ക് ജർമ്മനിയിൽ മീറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ നമ്മുടെ നമ്പറിൽ ബന്ധപ്പെടുക. പോകാനായിട്ട് താല്പര്യപ്പെടുന്നവർ എത്രയും പെട്ടെന്ന് നമ്മുടെ നമ്പറിൽ ബന്ധപ്പെടുക. നമ്മൾ അവർക്ക് വേണ്ടിയുള്ള അസിസ്റ്റൻസ് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സുകൾ മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങളുടെ A to Z പ്രോസസ്സ് നമ്മൾ ചെയ്തു തരുന്നതാണ്. നിങ്ങളുടെ ഡോക്യുമെൻ്റ് ഇവാലുവേഷൻ തൊട്ട്
നമ്മൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യും, നിങ്ങൾക്ക് ഇവാലുവേഷൻ തരും, ഇൻ്റർവ്യൂവിൻ്റെ ടിപ്സ് ആൻഡ് നോട്ട്സ് നമ്മൾ പറഞ്ഞു തരും. അതിൻ്റെ ഒരു നോട്ടിക്കൽ നമ്മളൊരു പ്രിപ്പറേഷൻ പ്രോഗ്രാം പോലെ നമ്മളൊരു പ്രിപ്പറേറ്ററി സെക്ഷൻസ് നമ്മൾ അറേഞ്ച് ചെയ്ത് തരും. നിങ്ങൾക്ക് നമ്മൾ തന്നെ ഒരു സ്ക്രീനിങ് ടെസ്റ്റും കാര്യങ്ങളും പ്രൊവൻഷൻ ചെയ്തു തരും. നിങ്ങളുടെ ലാംഗ്വേജ് സ്കില്ല്, നിങ്ങളുടെ ലാംഗ്വേജിൽ എന്തെങ്കിലും പോരായ്മയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിലുള്ള ടിപ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൺവേ ചെയ്ത് തരുന്നതായിരിക്കും ഞങ്ങൾ. ദെൻ നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സുകളെല്ലാം നമ്മൾ ചെയ്യും. ഇൻ്റർവ്യൂക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. ഇൻ്റർവ്യൂ നിങ്ങൾ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ അടുത്ത ഇമ്മീഡിയറ്റ് പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിസയ്ക്കുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ റെഡിയാക്കും. ദെൻ വൺസ് നിങ്ങൾക്ക് വിസ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ വിസയ്ക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിസ സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ജർമ്മനിയിലേക്ക് ഫ്ലൈ ചെയ്യാനായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുക. ജർമ്മനിയിൽ ഫ്ലൈ ചെയ്ത് നിങ്ങൾ ജർമ്മനിയിലെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള പിക്കപ്പ് നിങ്ങൾ അക്കോമഡേഷൻ സെൻറ്ററിലേക്ക് എത്തിക്കുക. ദെൻ ലോക്കലായിട്ടുള്ള ഇവിടുത്തെ ഗൈഡൻസ്, അസിസ്റ്റൻസ് എല്ലാം തന്നെ നമ്മൾ ചെയ്തു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ A to Z പ്രോസസ്സിങ് ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. നമ്മളായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ A to Z പ്രോസസ്സ് നമ്മൾ ചെയ്തു തരുന്നതാണ്. ഹസിൽ ഫ്രീ ആയിട്ട്, അതായത് ടെൻഷനും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട്. ഇപ്പം ഒരു കുട്ടീനെ വിടുമ്പോൾ പാരൻസിനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ടെൻഷനുകൾ കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങളുടെ അടുത്ത് ഫയൽ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആ ക്യാൻഡിഡേറ്റിൻ്റെ A to Z കാര്യങ്ങൾ ചെയ്യും. പാരൻസിന് ടെൻഷൻ ഫ്രീ ആയിട്ട് കുട്ടികളെ ഞങ്ങളൊപ്പം വിടാനായിട്ട് സാധിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക. ചൂസ്.